നമസ്കാരം. ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന CPM തങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള സംഘടനാ തത്വങ്ങളിലും സ്ഥാനാർത്ഥി നിർണയ മാനദണ്ഡങ്ങളിലുമൊക്കെ തന്നെ വിപ്ലവകരമെന്ന് തോന്നിപ്പിക്കാവുന്ന എന്നാൽ രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെടുക്കുന്നതായിട്ടാണ് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാർട്ടി അണികൾക്കിടയിൽ അച്ചടക്കത്തിൻ്റെയും മൂല്യങ്ങളുടെയും ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടിരുന്ന 2 ടേം വ്യവസ്ഥയും മന്ത്രിമാർക്ക് നൽകിയിരുന്ന ഒരു തവണത്തെ നിയന്ത്രണവും ഒക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രമുഖ നേതാക്കളെ വീണ്ടും പോർക്കളത്തിലേക്ക് ഇറക്കാൻ പാർട്ടി ഇപ്പോൾ നിർബന്ധിതമായിരിക്കുകയാണ്. മുഹമ്മദ് റിയാസ്, P രാജീവ്, VN വാസവൻ തുടങ്ങിയ പ്രമുഖ മന്ത്രിമാർ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് വീണ്ടും ജനവിധി തേടുമെന്ന വാർത്തകൾ പരീക്ഷണങ്ങൾക്കിനി സമയമില്ലെന്ന പാർട്ടിയുടെ തിരിച്ചറിവിനെയാണ് അടയാളപ്പെടുത്തുന്നത്. തോൽവിയെക്കുറിച്ചുള്ള ഭയം പാർട്ടിക്കുള്ളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നിലവിലുള്ള ജനപ്രീതിയുള്ള മുഖങ്ങളെ മാറ്റി നിർത്തുന്നത് ആത്മഹത്യാപരമാകുമെന്ന നിഗമനത്തിലുമാണ് ഇപ്പോൾ നേതൃത്വം എത്തി നിൽക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഈ നയ വ്യതിയാനം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് പാർട്ടിയുടെ ആദർശങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിരോധിച്ചിരുന്ന സൈബർ അണികളെയാണ്. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് മാറ്റമില്ലാത്തതാണെന്നും വ്യക്തികളെക്കാൾ പ്രസ്ഥാനത്തിനാണ് മുൻഗണനയെന്നും വാദിച്ചിരുന്ന ഇക്കൂട്ടർക്ക് നിലപാടുകളിലെ ഈ U-ടേൺ അത് പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കുക പ്രയാസകരമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ മറ്റെല്ലാവർക്കും നിബന്ധനകൾ ബാധകമാണെന്ന മുൻകാല പ്രഖ്യാപനങ്ങൾ ഇവിടെ തിരുത്തപ്പെടുമ്പോൾ പാർട്ടിയുടെ ധാർമ്മിക അടിത്തറ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അധികാര തുടർച്ചയ്ക്കായിട്ട് നിയമങ്ങൾ വളച്ചൊടിക്കുന്നത് അണികൾക്കിടയിൽ തന്നെ അമർഷത്തിന് കാരണമായേക്കാം. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് ശൈലിയെന്ന് വിശ്വസിച്ചിരുന്ന സാധാരണ പ്രവർത്തകർക്ക് നേതാക്കളുടെ സൗകര്യത്തിനനുസരിച്ച് മാറുന്ന ഈ നയങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് മാനസികമായി പ്രയാസമുണ്ടാകുമെന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. CPMന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ പിണറായി വിജയന് പകരമായിട്ട് മറ്റൊരു കരുത്തുറ്റ മുഖമില്ല എന്നുള്ളതാണ്. MV ഗോവിന്ദനെ പോലുള്ള മുതിർന്ന നേതാക്കൾ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചതോടെ പാർട്ടിയുടെ നേതൃത്വം പൂർണ്ണമായിട്ട് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചായി മാറുന്നു. ഇത് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ പ്രവണതയല്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് KK ശൈലജയെ പോലെയുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച മന്ത്രിമാരെ രണ്ടാം മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയത് വലിയ ജനകീയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. അന്ന് പുതുമുഖങ്ങൾക്ക് അവസരം നൽകുക എന്ന തത്വം ഉയർത്തിപ്പിടിച്ച പാർട്ടി മുഹമ്മദ് റിയാസിൻ്റെയോ വാസവൻ്റെയോ കാര്യത്തിൽ അത്തരം നിബന്ധനകൾ ഒഴിവാക്കുന്നത് രാഷ്ട്രീയമായ ഇരട്ടത്താപ്പായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന നേതാക്കൾക്ക് വേണ്ടി മാത്രം നിയമങ്ങളിൽ ഇളവ് വരുത്തുന്നത് പാർട്ടിയുടെ വിശ്വസ്തതയെ തന്നെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. മന്ത്രിമാരെയും പ്രമുഖ നേതാക്കളെയും വീണ്ടും അധികാരത്തിൽ എത്തിക്കാനായിട്ട് പാർട്ടി നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിൽ കേവലമായ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ചില നിഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടെന്നും ആരോപിക്കപ്പെടുന്നു. പല വിവാദ വിഷയങ്ങളിലും അഴിമതി കേസുകളിലും നേരിട്ട് ഇടപെടലുകളുള്ള നേതാക്കൾ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാം. ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട കേസുകളും വിവിധ സാമ്പത്തിക അഴിമതി ആരോപണങ്ങളും അന്വേഷണ പരിധിയിൽ നിൽക്കുമ്പോൾ വിശ്വസ്തരായിട്ടുള്ള നേതാക്കളെ തന്നെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുത്തേണ്ടത് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ആവശ്യമായി മാറുന്നു. പുതിയ ആളുകൾ കടന്നു വരികയും അവർ സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്താൽ അത് പഴയ പല അഴിമതി കഥകളും പുറത്തു വരുമെന്ന ഭയം നേതൃത്വത്തിനുണ്ട്. KK ശൈലജയെ ഒതുക്കിയതിന് പിന്നിൽ അവർ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വളർന്നു വരുമോ എന്ന ഭയമായിരുന്നുവെന്ന വാദം ഇപ്പോൾ കൂടുതൽ പ്രസക്തമാകുന്നു. പിണറായി വിജയന് ശേഷം ഒരു സ്ത്രീ മുഖ്യമന്ത്രി എന്ന സ്വപ്നം അത് തകർത്തുകൊണ്ട് അധികാരം ഒരു കേന്ദ്രത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. ഭരണപരമായിട്ടുള്ള പരാജയങ്ങളും കേന്ദ്ര പദ്ധതികളുടെ പേരുമാറ്റിയുള്ള നടത്തിപ്പും സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കേന്ദ്രം നടപ്പിലാക്കുന്ന PM ശ്രീ പോലെയുള്ള പദ്ധതികളെ തുടക്കത്തിൽ നഖശിഖാന്തം എതിർക്കുകയും പിന്നീട് നിശബ്ദമായി അതിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യുന്ന ഇരട്ട നിലപാട് അത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളിലൂടെയാണ് പുറത്തു വരുന്നത്. CPIയുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്തരം പല വഞ്ചനാപരമായിട്ടുള്ള നീക്കങ്ങളും ജനങ്ങൾ അറിയാതെ പോകുമായിരുന്നു. സാമ്പത്തിക ബില്ലുകളിലും മറ്റും കേന്ദ്ര നയങ്ങളെ പിന്തുടരുകയും എന്നാൽ പുറത്ത് വലിയ പോരാട്ടങ്ങൾ നയിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ശൈലിയാണ് ഇടതു സർക്കാർ സ്വീകരിക്കുന്നത്. കൂടാതെ BJPക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കാൻ CPMന്റെ ഭരണശൈലി സഹായിക്കുന്നുവെന്ന നിരീക്ഷണവും ഏറെ ഗൗരവകരമാണ്. കേന്ദ്രവുമായി ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുന്നതിലൂടെ പാർട്ടിയുടെ അടിസ്ഥാന പ്രത്യയശാസ്ത്രങ്ങൾ ഓരോന്നായിട്ട് ബലി കഴിക്കപ്പെടുകയാണ്. സ്വർണ്ണക്കടത്ത്, സ്പ്രിംഗ്ലർ, അതോടൊപ്പം തന്നെ കരിമണൽ ഖനനം തുടങ്ങിയ വിവാദങ്ങൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തെളിവുകളോടെയൊക്കെ തന്നെ പുറത്തു വന്നത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ തന്നെ വല്ലാതെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. അഴിമതിയുടെ കാര്യത്തിൽ മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്ന പ്രതിരോധങ്ങൾ ഇപ്പോൾ ഫലപ്രദമാകുന്നില്ല. വരും മാസങ്ങളിൽ കൂടുതൽ വലിയ അഴിമതി കഥകൾ പുറത്തു വരുമെന്ന റിപ്പോർട്ടുകൾ ഭരണകൂടത്തെ ഏറെ ഉലയ്ക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജനസമ്മതിയുള്ള പഴയ നേതാക്കളെ വീണ്ടും രംഗത്തിറക്കി മുഖമൊരുക്കാനുള്ള CPMന്റെ ശ്രമം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം. കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പേരിൽ KK ശൈലജയ്ക്ക് ലഭിച്ച ജനപ്രീതി പോലും പിന്നീട് PPE കിറ്റ് അഴിമതി ആരോപണങ്ങളിലൂടെ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടന്നു. വീണ ജോർജ് ഉൾപ്പെടെയുള്ള നിലവിലെ മന്ത്രിമാരുടെ പ്രകടനം ജനവിധിയിൽ പ്രതിഫലിക്കുമെന്ന ഭയമാണ് പാർട്ടി നിയമങ്ങളിൽ ഇപ്പോൾ U-ടേൺ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഭരണമില്ലെങ്കിൽ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ആദർശമില്ലാത്ത രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇപ്പോൾ രൂപപ്പെടുന്നത്.